ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. സാന്ത്വനം 2-ന്റെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ആര്യൻ തൻ്റെ കൂട്ടുകാരനെ ചെന്ന് കണ്ടിട്ട് മനസ്സിലുള്ള വിഷമങ്ങൾ മുഴുവനും അവൻ്റെ അടുത്ത് സംസാരിക്കുക. അപ്പം അവനാണെങ്കിലോ, എടാ നീ സങ്കടപ്പെടുവൊന്നും വേണ്ട, പിന്നെ നീ പറഞ്ഞതുപോലെ തന്നെ അലോകിനെക്കാട്ടിലും ഭയങ്കരനാണ് ആ മിഥുനെങ്കിൽ അവനെ നമ്മൾ വെറുതെ ഒന്നും വിടില്ലല്ലോ, നമ്മുടെ സൈഡിലും ആൾക്കാരുണ്ടല്ലോ. അതുകൊണ്ട് മിത്രയെ അവൻ ശല്യം ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ ആൾക്കാർ അടങ്ങിയിരിക്കില്ല. എന്തായാലും എന്തിനും ഞാൻ നിന്റെ കൂടെ ഉണ്ടാകുമെന്നും പറഞ്ഞ് അവൻ നമ്മുടെ ആര്യനെ ആശ്വസിപ്പിക്കുകയാണ്. അപ്പോൾ കൂട്ടുകാരനോട് ഈ കാര്യങ്ങൾ മുഴുവനും ഷെയർ ചെയ്ത കൊണ്ട് തന്നെ ആര്യൻ ആ ഒരു മനസ്സമാധാനത്തിൽ മടങ്ങിപ്പോരുകയാണ്. ഈ സമയത്താണെങ്കിലോ ബാലൻ തൻ്റെ മക്കളുടെ കാര്യത്തിൽ ആശങ്കാകുലനായിട്ട് അവിടെ അങ്ങനെ നിൽക്കുകയാണ്. ആ പുള്ളിക്കാരൻ ആ കള്ളുകൂടിയും പറഞ്ഞ കാര്യങ്ങളും ഒക്കെ ആലോചിച്ച് ടെൻഷൻ അടിച്ച് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കിനും എന്തായാലും മിത്രമോള് തനിച്ചുള്ളപ്പം അയാൾ ചെന്നിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ എത്രയൊക്കെ വന്നാലും തൻ്റെ മകൻ്റെ ഭാര്യയാണല്ലോ. അതുകൊണ്ട് തന്നെ ബാലൻ ആ ഒരു തീരുമാനം എടുത്തു. അയാളെ എത്രയും പെട്ടെന്ന് ചെന്ന് കാണുകയും അയാളോട് സംസാരിക്കേണ്ട രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്യണം. അതിന് നമ്മുടെ ബാലൻ അവരുടെ വീട്ടിലേക്ക് പോകുമ്പോൾ വഴിയരികിൽ കുടിച്ച് ലെക്ക് കെട്ട് ദാ നിൽക്കുകയാണ് പുള്ളിക്കാരൻ. അങ്ങനെ അയാളെ കണ്ട ആ ഒരു സമയത്ത്, എടോ താനൊന്നും അവിടെ നിന്നെ, എനിക്ക് തന്നോട് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടെന്നും പറഞ്ഞ് ബാലൻ അയാളെ അവിടെ പിടിച്ചു നിർത്തുകയാണ്. അപ്പൊ പുള്ളിക്കാരനാണെങ്കിലോ, ഇതാരിത്, ബാലൻ മുതലാളിയോ? അല്ല, എന്താ എന്നോട് പറയാനുള്ളത്? എനിക്ക് നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കാൻ താല്പര്യമില്ല. എനിക്ക് വേറെ ചില പരിപാടികളൊക്കെ ഉണ്ട്. ഞാൻ ഇന്ന കവലെ വെച്ച് പറഞ്ഞില്ലേ, തൻ്റെ മരുമോളും തൻ്റെ മകനും ഇതാ കാണുന്ന വീട്ടിലാണ് താമസിക്കുന്നത്. ഞാൻ അവിടെ പോയിട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാനിരിക്കുമായിരുന്നു. അങ്ങനെയൊക്കെ ഇവർ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പം നിന്നോട് മര്യാദ ഭാഷയിൽ പറഞ്ഞാൽ നിനക്ക് അനുസരിക്കാൻ പറ്റത്തില്ല അല്ലേ എന്നൊക്കെ പറഞ്ഞ് ബാലൻ ദേഷ്യത്തോടു കൂടി സംസാരിക്കുമ്പം മഴയിൽ ഈ ഒരു ഒച്ചയും ബഹളവും ഒക്കെ കേട്ടിട്ട് നമ്മുടെ മിത്ര ആ ജനലിലൂടെ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കിനും അവിടെ ആരൊക്കെയോ നിൽക്കുന്നതായിട്ട് കാണുകയാണ്. അപ്പോൾ തന്നെ നമ്മുടെ മിത്രയ്ക്ക് ശരിക്കും ടെൻഷനായി. ഈശ്വര, ഇത് മിക്കവാറും അലോകിൻ്റെ ഗുണ്ടകളായിരിക്കും എന്നുള്ള ആ ഒരു ടെൻഷനിൽ പുള്ളിക്കാരി അവിടെ ഇങ്ങനെ നിൽക്കുക. അപ്പം ഈ സമയത്താണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് ദാ നമ്മുടെ ആകാശിനെയും മീനാക്ഷിയും ഒക്കെയാണ്. അപ്പോൾ രണ്ടുപേരും കൂടി ആര്യൻ്റെയും മിത്രയുടെയും കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് ആ വീട്ടിലിങ്ങനെ നിൽക്കുകയാണ്. അതെ ആകാശേ, എത്രയൊക്കെ വന്നാലും നിന്റെ അനുജനല്ലേ ആര്യൻ, അവൻ്റെ വിവാഹം കഴിഞ്ഞു, സംഭവം ശരി തന്നെയാ. ആ കല്യാണം എങ്ങനെയാ നടന്നതെന്ന് വരെ ഞാൻ നിന്റെ അടുത്ത് സംസാരിച്ചതല്ലേ. എന്നിട്ടും നമ്മൾ ഇതുവരെയും അവരുടെ ഒരു കാര്യത്തിലും ഇടപെട്ടില്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ അവരെങ്ങനെയാ ജീവിക്കുന്നതെന്ന് പോലും നമ്മൾ ഇതുവരെ ചിന്തിച്ചിട്ടേ ഇല്ല. നമ്മൾ അവരുടെ അടുത്തൊന്ന് പോയില്ലല്ലോ, നമുക്കൊന്ന് പോയാലോ എന്ന് മീനാക്ഷി ചോദിക്കുകയാണ്. അപ്പം ഇത് കേൾക്കുമ്പോഴത്തേക്കിനും ആകാശം പറഞ്ഞു, എടി നീ പറഞ്ഞ ശരി തന്നെയാ, പക്ഷേ അച്ഛൻ്റെ വെറുപ്പ് സമ്പാദിച്ചിട്ട് നമ്മൾ എങ്ങനെ ഇപ്പം അവരെ കാണാൻ പോകുന്നത്? അവരുടെ വിവരങ്ങളൊക്കെ അറിയാഞ്ഞിട്ട് എനിക്ക് ഒരു മനസ്സമാധാനമൊന്നും ഇല്ല. അങ്ങനെ ഇവനും ഇവൻ്റെ സങ്കടങ്ങളൊക്കെ മീനാക്ഷിയുടെ അടുത്ത് പറയുക. അപ്പം രണ്ടുപേരും കൂടി ഒരു തീരുമാനം എടുത്തു. എത്രയും പെട്ടെന്ന് തന്നെ അനുജനെയും അനുജത്തെയും പോയി കാണണം, അവരുടെ വിശേഷങ്ങളൊക്കെ അന്വേഷിക്കണം. അതുമാത്രമല്ല, അവൻ സ്വന്തമായിട്ട് ജോലി ചെയ്തിട്ടാണ് ഇപ്പോൾ കഴിയുന്നത് എന്നുള്ള കാര്യവും കൂടി മീനാക്ഷി പറഞ്ഞ് ആകാശിന് മനസ്സിലാകുകയാണ്. അതുകൊണ്ട് തന്നെ അവനെ സാമ്പത്തികമായിട്ട് കൂടി എന്തെങ്കിലും സഹായം ചെയ്ത് കൊടുക്കണം. അമ്മയാണെങ്കിലോ ഗംഭീര സമരത്തിലുമാണ്. അങ്ങനെ ഇവർ ഈ ആര്യൻ്റെയും മിത്രയുടെയും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണെങ്കിലും നമ്മുടെ ആ ഒരു വെള്ളമടിക്കുന്ന ചേട്ടനും അതുപോലെ തന്നെ ബാലനും കൂടി തമ്മിൽ തല്ലായി. ശരിക്കും പറഞ്ഞാൽ അയാൾ പറയുന്ന കാര്യങ്ങളൊന്നും ബാലനെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. തൻ്റെ മകനെയും മരുമകളെയും കുറിച്ച് മോശമായിട്ട് സംസാരിക്കുമ്പോൾ ബാലൻ്റെ നിയന്ത്രണം വിട്ടിട്ട് അയാളെ പിടിച്ച് രണ്ട് അടിയടിക്കുകയാണ്. ആ ഒരു ദേഷ്യത്തിൽ അയാളും തിരിച്ച് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അയാൾ ബാലന് മുന്നിൽ മുട്ടുകുത്തി പിന്നീട് അയാൾ ജീവനും കൊണ്ട് ഓടുക. ഈ സമയം അയാളെ പിടിക്കാൻ വേണ്ടി അയാളുടെ പിന്നാലെ ഓടുന്ന ബാലനെ ഒരു പാമ്പ് കടിക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ പാമ്പ് കടിച്ച് കഴിയുമ്പോഴത്തേക്കിനും ബാലനാണെങ്കിലോ തൻ്റെ കാലും പൊത്തിയിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കിനും ശരിക്കും പറഞ്ഞാൽ കറക്റ്റ് ആ ഒരു സമയത്ത് അങ്ങോട്ടേക്ക് നമ്മുടെ ആര്യൻ വരികയാണ്. ആര്യൻ വന്ന് കാണുന്ന കാഴ്ച തൻ്റെ അച്ഛൻ
താൻ വാടകയ്ക്ക് താമസിക്കുന്ന ആ ഒരു വീടിന്റെ ഗേറ്റുകൾ ഇങ്ങനെ കുത്തിയിരിക്കുന്ന ഒരു കാഴ്ച അത് കണ്ടതും അച്ഛൻ എന്ത് പറ്റി അച്ഛാന്ന് ചോദിച്ചിട്ട് ആര്യൻ ബാലന്റെ അടുത്തേക്ക് ഓടി ചെല്ലുക. അവിടെ ചെല്ലുമ്പോഴാണ് അവന് മനസ്സിലാകുന്നത് തൻ്റെ അച്ഛന് വിഷം തീണ്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം. ആര്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രിയപ്പെട്ടത് ശരിക്കും ഫൈറ്റൊക്കെ നടത്തുന്നുണ്ടെങ്കിലും അച്ഛനെ തന്നെയാണ് അവന് ഏറ്റവും ഇഷ്ടം. അങ്ങനെ ആര്യൻ നമ്മുടെ ബാലന്റെ ആ കാലിൽ പാമ്പ് കടിച്ച് അവിടുന്ന് ആ ഒരു വിഷമൊക്കെ ഇങ്ങനെ വലിച്ചെടുക്കാനായിട്ടുള്ള ശ്രമമൊക്കെ നടത്തുന്നതും ബാലനെ ആശുപത്രിയിൽ കൊണ്ടുപോകാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും ഒക്കെ കാണിച്ചുകൊണ്ടാണ് നാളത്തെ പ്രമോ വിശേഷം അവസാനിക്കുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്.